ഹായ്, വെൽക്കം ടു സോഷ്യൽ സയൻസ് പാഠശാല. ഫ്രഞ്ച് ചക്രവർത്തിയായിരുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ ഒരു പോസ്റ്റ്മാനായി ചിത്രീകരിക്കുന്ന ഈ കാർട്ടൂൺ നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇതിൽ അദ്ദേഹത്തിന്റെ ബാഗിൽ നിന്ന് കുറെ കത്തുകൾ നഷ്ടപ്പെടുന്നുണ്ട്. ഈ കത്തുകൾ എന്തിനെ പ്രതിനിധീകരിക്കുന്നു എന്നൊരു ചോദ്യം ഒരിക്കൽ CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ ചോദിച്ചതാണ്. നമുക്ക് ഇതിന്റെ ഉത്തരം പരിശോധിക്കാം. നെപ്പോളിയൻ ബോണപ്പാർട്ട് അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ കീഴിൽ ഫ്രഞ്ച് സേന യൂറോപ്പിന്റെ മറ്റ് പ്രദേശങ്ങൾ കീഴടക്കിയത് നിങ്ങൾക്കറിയാമല്ലോ. ജർമ്മനിയിലും പോളണ്ടിലുമൊക്കെ നിരവധി പ്രദേശങ്ങൾ ഫ്രഞ്ച് സേന കൈയടക്കി. ഈ അവസരത്തിൽ നെപ്പോളിയന് ഒരു പണി കൊടുക്കണമല്ലോ എന്ന് യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങൾ ചിന്തിച്ചു. പ്രത്യേകിച്ചും പ്രഷ്യ, റഷ്യ, ഓസ്ട്രിയ, സ്വീഡൻ എന്നീ രാജ്യങ്ങൾ. ഈ രാജ്യങ്ങൾ ഒത്തുചേർന്ന് 1813 നെപ്പോളിയനെതിരെ പട നയിക്കുകയും അദ്ദേഹത്തെ പരാജയപ്പെടുത്തുകയും ചെയ്തു. 1813 ഒക്ടോബർ 16 മുതൽ 19 വരെ നടന്ന ഈ യുദ്ധത്തിന് ശേഷം നെപ്പോളിയന്റെ കയ്യിലുണ്ടായിരുന്ന നിരവധി പ്രദേശങ്ങൾ ഫ്രാൻസിന് നഷ്ടമായി. ജർമ്മനിയിലും പോളണ്ടിലുമൊക്കെ ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ വിട്ടുകൊടുത്ത് ഓടിപ്പോകുന്ന നെപ്പോളിയനെയാണ് ഈ ചിത്രത്തിൽ, ഈ കാർട്ടൂണിൽ നമ്മൾ കാണുന്നത്. മഹാനായ നെപ്പോളിയൻ ചക്രവർത്തിയെ കേവലം ഒരു പോസ്റ്റ്മാനായി പരിഹസിക്കുകയാണ് ഈ കാർട്ടൂണിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പോകുന്ന പ്രദേശങ്ങളെയാണ് ഓരോ കത്തും പ്രതിനിധീകരിക്കുന്നത്. എന്തായാലും നെപ്പോളിയന്റെ ജീവിതത്തിൽ ഉണ്ടായ ആദ്യത്തെ കനത്ത പരാജയമായിരുന്നു 1813 ലീപ്സിംഗ് യുദ്ധം. എന്നാൽ നെപ്പോളിയൻ പൂർണ്ണമായും പരാജയപ്പെടുന്നത് 1815 വാട്ടർലൂ യുദ്ധത്തിൽ വെച്ചാണ്.